വ്യാപാരി വ്യവസായി ഏകോപന സമിതി 24ാമത് വാർഷിക പൊതുയോഗം യൂണിറ്റ് ഓഫീസ് ഹാളിൽ നടന്നു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിംഗ്സ്, നോർത്ത് പറവൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവനക്കാട് യൂണിറ്റിന്റെ സമ്മേളനം എടവനക്കാട് കെ കോംപ്ലക്സ് ഓഫീസ് കെട്ടിടത്തിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് കെ ഇസഹാഖ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറിയ വിളിച്ചാലും വലിയ വിളിച്ചൊന്നുമില്ല. നിങ്ങൾ 55 ആളുകൾ 2 പേര് സംസ്ഥാന നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ട്. വ്യാപാരി വ്യവസായ നിയമാവലി അനുസരിച്ച് ഓരോ യൂണിറ്റിലും ദ്വിവാർഷികമായിട്ട് പുരോഗതി ആ പുരോഗത്തിൽ വെച്ച് അതാത് കാലത്താൽ അനുകൊടുത്ത കാര്യങ്ങൾ അത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദ്യം ചെയ്യാനോ ഇരുത്താനോ വിശദീകരണത്തിനോ ഈ ബന്ധം തയ്യാറാവും. അത് നോക്കി അത് കഴിഞ്ഞിട്ട് വേണം. പേരുള്ള വളരെ ചെറിയൊരു യൂണിറ്റാണിത്. പക്ഷേ നമ്മൾ ആ ചെറിയ യൂണിറ്റ് ആണെങ്കിലും നമുക്ക് വളരെ അച്ചടക്കത്തോടുകൂടി ഈ സ്ഥാപനം നമ്മുടെ ഈ അസോസിയേഷൻ മർച്ചൻസ് അസോസിയേഷൻ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതിന് നമ്മുടെ ജില്ലയിൽ നിന്നും മേഖലയിൽ നിന്നുമൊക്കെ നമുക്ക് നല്ലോണം സഹായം ലഭിച്ചു. നമുക്കറിയാം, ഇന്ന് വ്യാപാര രംഗം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് വ്യാപാര രംഗത്ത് ഉള്ള പ്രതിസന്ധിയാണ്. നമുക്കറിയാം, ഇപ്പം ഈ അടുത്ത് നടന്ന യുദ്ധം, ആ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ തിക്തഫല അനുഭവിക്കുന്നത് ചെറുകിട വൻകിട വ്യാപാരികളാണ്. ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഏകദേശം പെട്രോളിനും ഡീസലിനും കൂടെ 10 രൂപയോളം വർദ്ധിച്ചു. വരണാധികാരി ജില്ലാ സെക്രട്ടറി കെ ജോയ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. യൂണിറ്റ് സെക്രട്ടറി പി വിനു, പി ഇബ്രാഹിം, കെ രാധാകൃഷ്ണൻ, കെ ഇസ്മായിൽ, ഇന്ദു ഷൈൻ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. കെ ഇസഹാക്കിനെ പ്രസിഡന്റായും, പി വിനുവിനെ സെക്രട്ടറിയായും, കെ ഇസ്മായിലിനെ ട്രഷററായും, പി ഇബ്രാഹിമിനെ വൈസ് പ്രസിഡന്റായും, കെ രാധാകൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കമ്മിറ്റി അംഗങ്ങളായി ഷമീർ, ഇന്ദു ഷൈൻ, കൊച്ചഹമ്മദ്, ഷാനവാസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്.